സ്കൂളിൽ സ്ഥാപിച്ച ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി. പാലക്കാട് തത്തമംഗലം GBUP സ്കൂളിലാണ് സംഭവം. വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിച്ചത്. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. നിധിൻ നൽകും വിവരങ്ങൾ. നിധിൻ, സ്കൂളിലെ ഈ ക്രിസ്മസ് ആഘോഷം വിലക്കിയുള്ള VHP ഭീഷണി, അതിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ പുതിയ സംഭവം കൂടി വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും പ്രജീഷ്, ഈ നല്ലേപ്പള്ളി സ്കൂളിൻ്റെ നമ്മൾ കണ്ടു, അത് ആരാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിൻ്റെ ഒരു അലയൊലികൾ അടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പ്രദേശമാണ് തത്തമംഗലം, ചിറ്റൂർ തന്നെ ഉള്ളതാണ്. തത്തമംഗലം GBUP സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഗ്രില്ലിനുള്ളിലാണ് ഈ പുൽക്കൂട് സ്ഥാപിച്ചിരുന്നത്. അതും ഇവർ ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു ക്രിസ്മസ് പുൽക്കൂട് ഇവിടെ സ്ഥാപിച്ചത്. അതും ഈ ഗ്രില്ലിൽ നിന്നൊരു 15 അടിയോളം ഉള്ളിലേക്കാണ് ഇത് സ്ഥാപിച്ചിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഈ ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുന്നത് കാണാം, അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള അലങ്കാര പണികൾ ഒക്കെ നടത്തിയിരിക്കുന്നത് കാണാം. അത്തരത്തിൽ അവിടേക്ക് വെച്ചിരുന്ന ക്രിസ്മസ് പുൽക്കൂടാണ്. അതിനുശേഷം ഇതിന് ലോക്കുണ്ട്. ആ ലോക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ലോക്ക് ഇട്ടിരുന്നു, പക്ഷേ ഈ ലോക്കും പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തെങ്ങിൻ്റെ ഓല മടല് കൊണ്ടിട്ട് ഈ പുൽക്കൂട് അവിടെ നിന്നും തള്ളി വലിക്കുകയും അതിനുശേഷം ഇത് നശിപ്പിച്ചിടുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്കൂളിനെ സംബന്ധിച്ചിട്ട് ഈ സ്കൂളിന് ചുറ്റുമതിലുണ്ടെങ്കിലും സ്കൂളിൻ്റെ ഒരു ഗേറ്റ് തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്ക്, ഈ അതിക്രമികൾക്ക് ഇതിനൊക്കെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ വലിയ ഒരു പ്രയാസമൊന്നുമില്ല. നിസ്സാരമായിട്ട് കയറി വരാം. അത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിന് ചുറ്റും CCTV ക്യാമറകളോ അല്ലെങ്കിൽ സ്കൂളിനുള്ളിൽ CCTV ക്യാമറകളോ മറ്റും ഒന്നും തന്നെയില്ല. നമ്മളിപ്പോൾ പ്രധാന അധ്യാപകനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു, ഈ സ്കൂളിനുള്ളിൽ CCTV ക്യാമറകളില്ല. അതുകൊണ്ട് തന്നെ അതിക്രമം നടത്തിയത് ആരാണെന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ചിറ്റൂർ പോലീസ് അപലപനീയമാണ്. കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ്. ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ വെച്ച് പൊറിപ്പിക്കാനേ കഴിയില്ല. ആരൊക്കെയാണ് ഇതിൽ ഇങ്ങനെ ഇടപെട്ടത്, ആരാണ് ഇത്തരം അങ്ങേയറ്റത്തെ അസമ്മത പരിപാടി കാട്ടിയത് എന്ന കാര്യമൊക്കെ അന്വേഷിച്ചറിയണം. അങ്ങനെ ഒരു ആവശ്യം സ്കൂളുമായി ബന്ധപ്പെട്ടവർക്കുണ്ടോ? പോലീസിൽ കൃത്യമായ പരാതിയും വിവരങ്ങളും ഒക്കെ നൽകേണ്ടതല്ലേ? എന്താണ് അങ്ങനെയുള്ള അപ്ഡേഷൻ എന്തെങ്കിലും? ഇപ്പോൾ ഈ പോലീസ് അല്പനേരം മുമ്പ് മാത്രമാണ് ഇവിടേക്ക് എത്തിയത്. പരാതി ലഭിച്ചതിന് ശേഷം ഇവിടേക്ക് എത്തി. ഇപ്പോൾ പോലീസ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ്. ചിറ്റൂർ പോലീസ് എത്തിയാണ് പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഈ പരിശോധനയ്ക്ക് ശേഷം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ സ്കൂളിനുള്ളിൽ CCTV ക്യാമറകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറത്തുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് ഇതിനുള്ളിലേക്ക് ആരെങ്കിലും കടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും CCTV ക്യാമറകളിൽ വ്യക്തമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്കൂളിന് തൊട്ടുവെളിയിലും അത്തരത്തിൽ CCTV ക്യാമറകൾ ഉണ്ടോ സംശയമാണ്. ഏതെങ്കിലും കടമുറികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ. ഈ പരിശോധനകൾ പുരോഗമിച്ച് വരുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. പ്രധാന അധ്യാപകനോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് സ്കൂളിൽ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നത്. അതിനുശേഷം ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരുന്നു. ശനിയാഴ്ച കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. ശനിയാഴ്ച സ്കൂൾ അടച്ച് ഞായറാഴ്ച ഒരു ദിവസം അവധിക്ക് വേണ്ടിയിട്ട് പോയതാണ്. അവധി കഴിഞ്ഞ് ഇന്ന് രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സ്കൂളിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഈ ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി കാണുന്നത്. അതുപോലെ തന്നെ ഈ പൂട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂട്ടിനകത്ത് നമുക്ക് കാണാം, ഈ അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ പൂട്ട് പൊട്ടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് തെങ്ങിൻ്റെ ഓലമടൽ ഉപയോഗിച്ച് ഇത് വലിച്ച് നീക്കി അത് നശിപ്പിച്ചിരിക്കുന്നത്. പ്രജീഷ്, തീർച്ചയായും നിതിനാണ് വിവരങ്ങൾ നൽകിയത്. ആര് ചെയ്താലും അങ്ങേയറ്റത്തെ തെറ്റാണ് കാട്ടിയിരിക്കുന്നത്. തത്തമംഗലം UP സ്കൂളിലാണ് ഇങ്ങനെ പുൽക്കൂട് തകർത്തതായി പരാതി വരുന്നത്.